നല്ലേ വണ്ടിസായില്ലേ എനിക്ക് പൂതില്ലല്ലോ ഇത് പോയാട് പോയോടത്തൂടിയില്ലേ ഒരു മാസമായ കോലുണ്ട് പോവല്ലേ എങ്ങോട്ടാ പോണെന്ന് ഇന്ന് എന്റെ വീട്ടിക്ക് രണ്ടാമത്തെ ഓരോരുത്തർ കഴിയാത്തവരിങ്ങനെ ഓരോന്ന് പറയാണ്. അത് നോക്കാം. നമ്മൾ നല്ല രീതിയിലായ ഒരു പ്രശ്നമില്ല. എന്തൊക്കെയുണ്ട് ഒക്കെ നല്ലേ വണ്ടിസായില്ലേ എനിക്ക് പൂതില്ലല്ലോ ഇത് പോയാട് പോയോടത്തൂടിയില്ലേ ഒരു മാസമായ കോലുണ്ട് 2 ദിവസം നിന്നിട്ടല്ലോ 2 ദിവസം അതിന് എന്റെ എങ്ങനെയാ ആക്കിയത് ആദ്യം പൂവന്റെ തള്ളന്റെ വേരുകളൊക്കെ അറുത്തിട്ട് ഒരു 5 വെള്ളത്തിൽ കഴുകിയാട്ട് പിന്നെ ചെറുതാക്കി മിക്സിയിലടിക്കേ മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. കുറേശ്ശെ നമ്മൾ മിക്സി അല്ലേ കുറേശ്ശെ ചെറുതാക്കിയിട്ട് കുറേശ്ശെ ഇട്ടിട്ട് അടിച്ച് തേങ്ങ അടിക്കുമ്പോൾ അടിച്ച് എന്നിട്ട് പിന്നെ മുണ്ട് നല്ല പുതിയ അങ്ങനെ ആക്കി വെച്ചേക്കാറില്ലേ അത് ആ ചെറിയ കുട്ടിയിലാക്കി എന്നാ വയ്ക്കാൻ താക്കി അലുമണിയിലെ അത് ഇടിച്ചിലേക്ക് കണ്ടില്ല. അത് ഒരു കുടുക്കിലാക്കാൻ പുതിയ മുണ്ട് വാങ്ങിയില്ലേ മിക്സിയിൽ തോല് ചെത്തി നാരെടുത്ത് അപ്പോൾ ഞാൻ ഓനെ അത്ര കഴിച്ച കളഞ്ഞേ. അപ്പോ എന്നതാ ഉമ്മാന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അമ്മക്ക് എന്താ സ്പെഷ്യല്? ഇന്ന് സൽക്കാരാണ്. സ്പെഷ്യൽ അല്ല, എന്റെ ആങ്ങളെന്റെ വീട്ടില് നടുത്താങ്ങാണ്ട് സൽക്കാരുണ്ട് പറഞ്ഞു. അപ്പൊ ഇന്ന് ഉച്ചക്ക് എല്ലാരും അവിടെ അല്ലേ കുത്തട്ട് ഇപ്പൊ എന്തോ ലഹരിന്റെ വിരുദ്ധ ആ പോലീസുകാരൻ വിളിച്ചിട്ട് പോയിട്ടുണ്ട്. ഇവിടെ എന്താ രണ്ടാളൂടി സ്നേഹപ്രകടന 2 ദിവസം കാണാത്തതില് സ്നേഹപ്രകടന. എനിക്ക് പിന്നെ പണ്ടേ മൈലാഞ്ചി ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് കാലത്തിനിടെ ഇടൽ കുറവായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൽക്കാരത്തിനൊക്കെ പോകല്ലേ വിചാരിച്ചിട്ട് ജസ്റ്റ് അവിടെ മൈലാഞ്ചി കണ്ടപ്പോൾ അത് ജസ്റ്റ് വരച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൽക്കാരത്തിന് ഇറങ്ങുകയാണ്. എങ്ങോട്ടാ പോണെന്ന്? ഇന്ന് എൻ്റെ വീട്ടിലേക്ക് രണ്ടാമത്തെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് പോവാണ് അല്ലേ. ഉച്ചയായിട്ട് 12 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് വൈകി പോന്നാ മതിയല്ലോ. അപ്പൊ നമ്മൾ സൽക്കാരത്തിന് പോയെടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവം തന്നെയാണ് ഉള്ളത്. എനിക്കും ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സദ്യ എന്ന് പറഞ്ഞാൽ അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സദ്യ തന്നെയായിരുന്നു അവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഉമ്മ എല്ലാത്തിനും ഓരോ ഉപ്പേരികളും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാവരും വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉമ്മയും ഞാനുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ, കുറച്ചേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ തന്നെ, നല്ല പായസവും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സദ്യ തന്നെ. ഇനി സദ്യ വേണ്ടാത്തവർക്ക് ഇവിടെ അൽഫാമും അതുപോലെ തന്നെ മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി തന്നെയായിരുന്നു സൽക്കാരം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട്. അവർക്ക് പിന്നെ സദ്യനോട് താല്പര്യം ഉണ്ടാവില്ല, ചിക്കനും അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരൊക്കെ താഴെ ഇരുത്തിയിട്ടുണ്ട്. നമ്മൾ കുറേ കാലത്തിന് ശേഷം എല്ലാവരോടും ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഒരു സൽക്കാരം പോലെ ആക്കിയതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ല, എല്ലാം പാർസലായിട്ട് കൊണ്ടുവന്നതാണ്. അരിക്ക് ഒരു ടീം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാരും ഫോണിൽ കളിക്കുക ഗെയിമാ. അപ്പം നമ്മൾ സൽക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് വടക്കുമുറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കാലമായി ഉമ്മ പോകണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഉമ്മാനെയും കൊണ്ട് ജസ്റ്റ് സൽക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ അരീക്കോട് ഒരു കാർണിവൽ ഉണ്ട്, അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതും കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി ഇന്ന് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറേ ചെടികളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇക്ക. പിന്നെ ചെടീൻ്റെ ഒരാളാണല്ലോ, കുറേ ചട്ടിയിൽ നമ്മൾ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെടി കുഴിച്ചിടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ മൂത്തയുടെ മോളും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ സൽക്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്ക് വന്നാലമ്മ. പക്ഷേ ഞങ്ങൾ കാർണിവലിന് പോവേനി. അപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടില്ല. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് വിട്ടു. ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, ഇത് ആരും ഉമ്മയാണെന്നല്ലേ അമ്മ? ആരും ഉമ്മയാന്ന്? ഇത് ഇക്കാടെ ഉമ്മയാണ്. ഇക്കാടെ ഉമ്മാനെ നമ്മളെ ഉമ്മ തന്നെ അല്ലേ?
അല്ലേ? അമ്മയാണ്. അപ്പോൾ ഉമ്മാൻ്റെ വിശേഷമൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട് ഉമ്മ. അപ്പോൾ എല്ലാവരോടും ഒരു സലാമൊക്കെ പറഞ്ഞാണ്. കുറേ ആൾക്കാർ സലാമൊക്കെ പറഞ്ഞു. അസ്സലാമലൈക്കും പറഞ്ഞു. സുഖമല്ലെന്ന് ചോദിച്ചു നോക്കി. എല്ലാവരും നിങ്ങളെ കുറിച്ചാണ് ചോദിക്കൽ. ഉമ്മ ഹാപ്പിയാണ്, ഹാപ്പിയാണ്, സന്തോഷത്തോടെ നിൽക്കുന്നില്ല ഉമ്മ. അപ്പം ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളെ പച്ചയായിട്ടുള്ള ലൈഫ് തന്നെയല്ലേ അമ്മ? ഞങ്ങളെങ്ങനെയാണ് വീട്ടിൽ, അതന്നെയാണ് നമ്മളെ ഫാമിലി വ്ളോഗിലുള്ളത് അല്ലമ്മ? ഒരു മാറ്റമില്ല, അതിലൊരു മാറ്റമില്ല. ഒന്നും മോഡലായിട്ടോ പരിഷ്കാരമായിട്ടോ അത്രയും മോഡൽ കുറഞ്ഞൊക്കെ കുറച്ചെങ്കിലും വീട്ടിൽ നിന്ന് വന്നൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് വീഡിയോയിൽ വരുമ്പോൾ എന്തായാലും നമ്മൾ ഷോളൊക്കെ ഇടാതെ വീഡിയോയിൽ വരാൻ പറ്റില്ലല്ലോ അല്ലമ്മ? അപ്പോൾ അങ്ങനെയാണ്. ഉമ്മാക്ക് ഒരുപാട് നാടൻ വിഭവമൊക്കെ ഉണ്ടാക്കൽ അറിയാട്ടല്ലോ അമ്മ? ഓരോ വീഡിയോയിൽ കാണിച്ചു തരണ്ടല്ലേ? പക്ഷെ കഴിഞ്ഞ ദിവസം ഒരാളെയും മറ്റതും അറിയാം. മറ്റതല്ല, അങ്ങനെയല്ല. ഞങ്ങൾ നാടൻ വിഭവം ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ഉമ്മ കുക്കറിലൊക്കെയാണ് ഉണ്ടാക്കല് അല്ലേ? ഉപ്പേരി വരെ കുക്കർ, ഉപ്പേരി വെച്ചാ ചെയ്യൂലേ? ഉപ്പേരി വരെ കുക്കറിലാണ് വെക്കല്. കുക്കർ അതിനനുസരിച്ച് വെള്ളം കുടയാതെ ഒറ്റ വീസിലിന് ഇതായിട്ട് ആവി പോക്കുക. ഉമ്മാന്റെ വീട് വരുന്ന അരീക്കോട് പറഞ്ഞെടുത്താണ് പുത്തല. അരീക്കോട് മുട്ടുങ്ങൽ കൃഷിഭവന് താഴെയായിട്ട് വളവിൽ. നിങ്ങൾ 10ാം ക്ലാസ് വരെ പോയത് 9 SLCക്ക് പാസ്സായി. അപ്പം കല്യാണം. പിന്നെ നമ്മള് കഴിഞ്ഞാൽ 6 മാസം പോയി അന്ധകാലത്ത്. അന്ധകാലം പറഞ്ഞാൽ 58 വയസ്സായിട്ടുള്ളൂ. 60 100 എന്നൊക്കെ പറയും. ഇല്ല, ഞാൻ അത്ര പറയുള്ളൂ. പിന്നെ നമ്മൾ Q&A ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഉമ്മാൻ്റെ കാര്യങ്ങളോ ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മയും ഞാനും ഭയങ്കര ഫ്രണ്ട്ലി ആണ് അല്ലേ അമ്മ? ഉമ്മാൻ്റെ ഇതിൽ ഉമ്മ പണിയെടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ അമ്മ? ഉമ്മാക്ക് ഞാൻ ചെയ്ത് കൊടുക്കാൻ കുറേ സഹായിക്കും. ഞാൻ ഉമ്മാക്ക് വെക്കുമ്പോൾ ഞാൻ അടുക്കളയിൽ വേവിക്കാൻ എൻ്റെ എല്ലാ റെസിപ്പിയിൽ വേവിക്കാന്നല്ലേ ഞാനല്ലേ വെക്കുമ്പോൾ ഈ ഉണ്ടാക്കി തന്നെ ഇങ്ങനെ തിന്നിത്തിരിക്കണ്ട. ഉമ്മാൻ്റെ ഒരു ശൈലിയാണ്. ഈ എന്നല്ല പണിക്കാരും കൂടുതലൊക്കെ പണിയെടുത്താൽ എനിക്കെല്ലാം ഉമ്മാക്ക് സങ്കടമാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഉമ്മാക്ക്. എല്ലാവരും ഫ്രീ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഫ്രീ ആയി ഇങ്ങനെ പണി എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഒത്തുകർമ്മിച്ച് ഇങ്ങനെ എടുക്കുക. ഉലാലാണ്ട് എടുത്താൽ കഴിയുമല്ലോ, കൂടി എടുക്കുക. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് 2 കിലോ ഭക്ഷണം. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ തന്നെ ഉള്ളൂ, വേറെ നാത്തൂമാരൊന്നും വരാനും പോകാനൊന്നുമില്ല. ഉമ്മ എന്താ പറയുക, അപ്പോൾ ഞാനും ഉമ്മാക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുക്കുക, അടിച്ചിര തുടക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടോ അമ്മ? ടേസ്റ്റൊക്കെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ടല്ലേ? പിന്നെ ഞാൻ അത്ര സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അത് കുറേ മുന്നുപ്പാക്ക് സ്കൂൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അല്ലേ അമ്മ? ഉമ്മ ഭയങ്കര സപ്പോർട്ടാണ്. ഉപ്പ എല്ലാവരും സപ്പോർട്ടാണ്. നമ്മളെ ഫാമിലി വ്ളോഗിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അല്ലേ? അങ്ങനെയല്ല, ഉപ്പ വരാത്തത് മടിയോണ്ടൊന്നുമല്ലല്ലോ ഉപ്പ. അത് എന്താ പറയുക, ഉപ്പാൻ്റെ ജോലികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വീഡിയോ എടുക്കേണ്ട വിചാരിച്ചിട്ടാട്ടോ. ഉപ്പാക്കും എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ അമ്മ? ഇപ്പോൾ ഓരോരുത്തർ കഴിയാത്തവരും ഇങ്ങനെ ഓരോന്ന് പറയാണ്. അത് നോക്കാം. നമ്മൾ നല്ല രീതിയിലായ ഒരു പ്രശ്നമില്ല. നമ്മൾ വീഡിയോ ഇടുന്ന നമ്മളെ ലൈഫിൽ എന്താണോ അത് നമ്മൾ ഫാമിലി വ്ളോഗിലൂടെ കാണണവും തെറ്റാണല്ലോ. അങ്ങനെയാണ് ഓരോരുത്തർ തെറ്റാണ്, മരിച്ചോണ്ടേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ മരിച്ചോണ്ട് ഇതുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെയാണെമ്പോൾ നമ്മൾ പുറത്തിറങ്ങൂല. അത് ശരി അമ്മ പറഞ്ഞത് കേട്ടോ. കാരണം പുറത്തിറങ്ങാൻ പാടില്ല, ഈ വീട്ടിലെ വസ്ത്രം ഇടേണ്ടി ഒക്കെ ഇപ്പോൾ പറഞ്ഞാതിരി എല്ലാവരും നടക്കുന്നുണ്ടോ? ഒന്നുമില്ല. ചില ആൾക്കാർ നമ്മളെ വീഡിയോയിൽ ഭയങ്കര ഇത് പറയൂല അമ്മ, നിങ്ങളെന്തിനാ അടുക്കളത്ത് ഇട്ട്. പക്ഷെ നമ്മളെ ലൈഫിൽ ഒരു എൻജോയ്മെന്റ് ആയിട്ട് എടുത്തിട്ടുള്ളല്ലോ അമ്മ. അത്ര അത് വേണ്ടെന്ന് തോന്നി നമുക്ക് വേണ്ട. അന്നെ അതാണ് ഉമ്മാന്റെ പോയിന്റ്. വേണ്ടവര് കാണുക, അല്ലാതെ എല്ലാരും നമ്മൾ പിടിച്ച് നിർബന്ധിക്കുന്നില്ല. ചില ആൾക്കാർക്ക് എന്താ പറയുക ഉമ്മ, ആനപ്പുറത്ത് കൂടെ അങ്ങനെ പണ്ട് ചൊല്ലില്ലേ, ആരും കാണും ചെയ്ത് ആ ഒരു ചിന്താഗതി ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പിയായി എൻജോയ്മെൻറ്റിൽ മാത്രമാണ് ഞങ്ങളെ ഫാമിലി വ്ളോഗ് അല്ലേ അമ്മ? അത്ര തന്നെ ഉള്ളൂ. ഉമ്മാൻ്റെ ഓരോ വിഭവങ്ങളൊക്കെ ആയിട്ട് വരും. ഓക്കെ, പിന്നെ ഇപ്പം എന്താ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉമ്മാൻ്റെ പേര് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പുറത്തൊക്കെ പോകാൻ തന്നെ ഹാപ്പിയായിട്ട് കുറച്ച് സമയം നമ്മൾ കാണണം. നമ്മളെ പണിയൊക്കെ എപ്പോഴും
എപ്പോഴൊരു ലൈഫിൽ കുറച്ച് എൻജോയ്മെന്റ് വേണം നമ്മൾ എപ്പോഴും പറയാറ്. കാരണം നമ്മൾ ഒരിക്കലും അടുക്കള ജോലി മാത്രം ഇട്ടിട്ട് നമ്മളെ ലൈഫ് വേസ്റ്റ് ആക്കരുതല്ലേ അമ്മ. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തൊക്കെ പോകാന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ വന്നതിന് ശേഷം ഒരുപാട് സ്ഥലം ഉമ്മാനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഹാപ്പി അല്ലേ അമ്മ? കാരണം ഇവർക്ക് പോണം തോന്നും. പിന്നെ ഉപ്പാൻ്റെ എന്നെ കല്യാണം കഴിച്ച ഉടനെ നല്ല പോക്കേനെ ഇപ്പം കൊണ്ട്. ഇപ്പം പിന്നെ വണ്ടി വിടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തം പോകാനും. അതുകൊണ്ടാണ് ആദ്യം ഇവരെല്ലാം പോയിരുന്നു കേട്ടോ അല്ലെ സ്കൂളിന്. എറണാകുളം എല്ലാ ഇതിലും പോയിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഉമ്മാനെ കൊണ്ടെടുക്കാറുണ്ട്. കാരണം ഇവരെ എൻജോയ്മെന്റ് പറഞ്ഞാൽ അതൊക്കെയാണ്. നമ്മളോട് കഴിയുന്ന നമ്മൾ സാധിച്ചു കൊടുക്കുക. കാരണം ഇവർക്ക് ഉമ്മാക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് പോലൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഉമ്മാക്കത് അടിപൊളി ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉമ്മാൻ്റെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഉമ്മാക്ക് ലാൻഡ് ഫോൺ ഉള്ളതുകൊണ്ട് ഫോൺ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഉമ്മാക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ അമ്മ? ഇപ്പോൾ കോൾ ചെയ്യുന്നതും എടുക്കുന്നതൊക്കെ അറിയുള്ളൂ അല്ലേ? നല്ല ഫോണൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉമ്മ ഒക്കെ പഠിക്കണമല്ലോ അമ്മ. അപ്പോൾ എല്ലാ എൻജോയ്മെൻറ്റും അവരോട് കഴിയുന്ന രീതിയിൽ അവർക്ക് കൊടുക്കുക നമ്മൾ. നിങ്ങളായാലും നിങ്ങളെ ഉമ്മാക്കും ഉമ്മാൻ്റെ അതേ സ്ഥാനം തന്നെ ഇക്കാരും ഉമ്മാനെയും കാണുക. നമ്മൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോഴാണ് അല്ലേ ലൈഫിൽ നല്ലൊരു ഇതുണ്ടാവുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ അവർ പറ്റുകയാണെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകല്ലേ അമ്മ? അതല്ല ഇത് തന്നെയല്ലേ? കാരണം ഒറ്റപ്പെട്ട് നിൽക്കരുത്, അത്രേ ഉള്ളൂ. ഇപ്പം ഉമ്മാനെ ഞാൻ സൽക്കാരത്തിന് പോകുന്നതിന് ശേഷം ഇവിടെ അരീക്കോട് ഒരു കാർണിവൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മാനോട് പറഞ്ഞു പോവല്ലേ ഉമ്മ. അപ്പം ഉമ്മ ഓക്കെ ഞാൻ പോകുമായിരുന്നു, അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഉമ്മാക്കൊരു എൻജോയ്മെൻറ്റുമായി, നമുക്ക് അല്ലേ ഫാമിലി ആയിട്ടൊരു ടൈം പാസ്സും ആയി. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മളെന്തായാലും അടുത്തൊരു Q&A അല്ലെങ്കിൽ അതിനുള്ള ആൻസറൊക്കെ ആയിട്ട് വരാം. അപ്പം നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എന്തമ്മ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി ആരും ചോദിക്കണ്ട, ഇതെൻ്റെ ഉമ്മ തന്നെയാണ്, ഇക്കാൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉമ്മ തന്നെയാണ് അല്ലേ? അങ്ങനെ വേർതിരിവൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ ഇല്ലല്ലോ. ഇല്ല അത് കണ്ടില്ലേ, പ്രസവിച്ചിട്ടില്ലാന്നേ ഉള്ളൂ എന്ന്. ഉമ്മാക്ക് പറഞ്ഞാൽ ഉമ്മാൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാവരും തൊട്ടും പാവാണ് അല്ലമ്മ. ആദ്യേ ഒരു പാവം അങ്ങനെയല്ല, എല്ലാവരും തൊട്ടും ഭയങ്കര സ്നേഹമാണ്, എല്ലാവരുമായിട്ട് കെയറിങ് ആണ്. അത് നമ്മളേന്നല്ല പുറത്തുള്ള ആളുകളായാലും ഭയങ്കര കെയറിങ്ങും ഭയങ്കര ഭയങ്കര ശ്രദ്ധൻ്റെ കാര്യത്തിലില്ലെങ്കിലും പുറമെ മക്കളെ കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മാക്കുമേ അസുല്ലാതെ ഒന്നും കഴിയില്ല. അപ്പോൾ 2 ദിവസം ഞങ്ങൾ നിന്ന് വന്നപ്പോൾ എന്താണ് ഭയങ്കര ഇതല്ലായിരുന്നു ഹസൂനെ കാണാനിട്ട്. എന്തേലും വീട്ടിലെ അവസ്ഥ അടിക്കൊക്കെ ചെയ്യൂല്ലടാ. മരിച്ചോടത്ത് കന്നാരിയേക്കാരല്ലേ ഞങ്ങൾ ആയിട്ട് അപ്സി ഉണ്ടായി നിന്നാലും പോലെ അടിപിടിയില്ലായിട്ട് എന്തോ ഒരു മാതിരി കുറേ ദിവസം പോയാൽ ഇരിക്കാൻ കഴിയൂല. ഇവരുടെ അടുത്ത് ഇങ്ങനെ ഇവരെ കുളിപ്പിച്ചിട്ടും എനിക്ക് കുളിപ്പിക്കാനും ചെറുപ്പത്തൊക്കെ ഞാൻ കുളിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പം ഉമ്മയാണ് കുളിപ്പിക്കല് അല്ലേ അമ്മ? പക്ഷെ ഞാൻ കുളിപ്പിക്കാനിട്ടല്ല, പക്ഷെ ഉമ്മാൻ്റെ കാര്യം ഉണ്ടാക്കുമ്പോൾ ഒരു എന്താ ഒരു സന്തോഷമാണ്. അസൂന് അങ്ങനെ തന്നെയാണ്. ഉമ്മമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മമ്മ ഓക്കെ അല്ലേ? എനിക്ക് ഉമ്മമ്മാനെ ഇഷ്ടല്ലേ? എനിക്ക് ഉമ്മമ്മാനെ ഇഷ്ടമാണോ അല്ലേ? അപ്പൊ ഇവന്റെ പേര് ഹൈദൻസാദ് എന്നാണ്. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. ഹൈദൻസാദ് ആണ് കേട്ടോ. എനിക്ക് എത്ര വയസ്സായി? അല്ല, 4 വയസ്സ് കഴിഞ്ഞു, 4 വയസ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ എത്ര വയസ്സായി? അപ്പൊ ഇതാണ് നമ്മളെ കുഞ്ഞു ഫാമിലി. പിന്നെ ഇതിലേക്ക് 2 ആളുകൂടി കുറവുണ്ട്, ഇക്ക ഉപ്പ അല്ലേ, നമ്മളാണ്. അപ്പൊ നമുക്ക് കാർണിവലിന്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാം.